ഹലോ ബ്യൂട്ടിഫുൾ സോൾസ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ കറണ്ട് റീഡിംഗ് ആണ്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഫ്യൂച്ചറിൽ വരുന്നതെന്നാണ്. അപ്പോൾ ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം ആ നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് കിട്ടത്തുള്ളൂ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ഒരു ടൈംലെസ് റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ഒരു ജെൻഡർലെസ് റീഡിംഗും ആണ്. നിങ്ങളുടെ എനർജിയായിട്ട് മാച്ച് ചെയ്യുന്നവർ മാത്രം ഇത് അക്സെപ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് റീഡിങ്ങോ ഹീലിങ്ങോ ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മളുടെ വേ ഓഫ് ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ നിങ്ങളുടെ ഓറയായിട്ട് കണക്ട് ചെയ്ത് നിങ്ങളുടെ ചെറുപ്പത്തിൽ നിങ്ങൾക്കുണ്ടായ എന്താണ് നിങ്ങളുടെ ഇന്നർ വൂണ്ടെന്ന് നമുക്ക് ചാനൽ ചെയ്ത് നമുക്ക് വിഷനായിട്ടാണ് നമുക്ക് ആ ഒരു വൂണ്ട് ക്ലിയർ ആയിട്ട് വരിക. അത് നിങ്ങളോട് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ആ ചെറുപ്രായത്തിൽ നടന്ന കാര്യമാണെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. അപ്പോൾ ആ രീതിയിൽ വിഷനായിട്ടാണ് നമ്മൾ ആ ഒരു വൂണ്ടിനെ ക്യാച്ച് ചെയ്യുന്നത്. അതോടൊപ്പം നിങ്ങൾക്കും ഒരു ഐഡിയ കിട്ടും നിങ്ങളുടെ വൂണ്ട് എന്തായിരുന്നു, അല്ലെങ്കിൽ എന്തിനെ റിലേറ്റ് ചെയ്തിട്ടായിരുന്നു എന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഹീലിംഗ് താല്പര്യമുള്ളവർക്കും എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും മൈൻഡൊക്കെ വളരെ കാം ആൻഡ് ക്വൈറ്റ് ആൻഡ് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. നമുക്കിവിടെ ശരിക്കും പറഞ്ഞാൽ കിട്ടിയിരിക്കുന്ന ആ ഒരു എനർജി പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങളിൽ മനസ്സിൽ അടക്കി ഒരുപാട് ഫീലിങ്സൊക്കെ നിങ്ങൾ വെച്ചിരിക്കുന്ന ഒരു പേഴ്സണാണ്. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഫീലിങ്സും അല്ലെങ്കിൽ നിങ്ങളുടെ വിഷമവും നിങ്ങൾക്കുള്ള പ്രോബ്ലംസും ഒന്നും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് പറയാനൊന്നും കഴിയില്ല. അപ്പോൾ ഒരുപാട് പറയാൻ കഴിയാത്ത ഒരുപാട് വാക്കുകളും ഒരുപാട് ഇമോഷൻസും ഒക്കെ നിങ്ങളുടെ മനസ്സിൽ ഒതുക്കിക്കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. അതുപോലെ തന്നെ ഒരുപാട് എന്താ പറയുക, നിങ്ങൾക്ക് ആ ഒരു ബന്ധം ഒരിക്കലും നിങ്ങളുടെ മൈൻഡിൽ നിന്ന് നിങ്ങൾക്ക് വിട്ട് കളയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആ ബന്ധങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നേരത്തേക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും ഒരു സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്കൊരു എന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു ഫീലിങ്സ് ഇമോഷൻസ് ഒക്കെ കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ജീവിക്കണം, അല്ലെങ്കിൽ ആ ഒരു ഒരു എനർജിയുടെ ആ ഒരു ഫ്ലോ ഒക്കെ കൊണ്ട് തന്നെ നിങ്ങൾ കുറേ കൂടെയൊക്കെ നല്ല രീതിയിലോട്ട് നിങ്ങളുടെ ലൈഫ് കൊണ്ടുപോകണം എന്നൊക്കെ ഒരു ടൈപ്പ് ഓഫ് എനർജിയും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റും നിങ്ങളുടെ ലൈഫിൽ വളരെ നാളായിട്ടൊരു സെയിം പാറ്റേൺ അതല്ലെങ്കിൽ ആ ഒരു സെയിം സൈക്കിൾ തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കാം. ലവ് റിലേഷൻഷിപ്പിലായാലും ഫാമിലിയിലായാലും ഫ്രണ്ട്ഷിപ്പിലാണെങ്കിലും ഏത് ഫീൽഡ് നിങ്ങൾ എടുത്താലും അവിടെയെല്ലാം സെയിം പാറ്റേൺ ആണ്. ചിലപ്പോൾ ആരെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അവർ നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ടുണ്ടാകാം. ഫാമിലിയിൽ നിന്നൊക്കെ ചിലപ്പോൾ ഒരുപാട് കുത്തുവാക്കുകളും നമ്മളൊന്നും അല്ലാത്ത രീതിയിലുള്ള ടൈപ്പ് ഓഫ് കാര്യങ്ങളും ഒക്കെ ആയിരിക്കാം ഉണ്ടായിട്ടുള്ള. ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ കാര്യം കേൾക്കുന്ന രീതിയിലുള്ളൊരു ഫ്രണ്ട്സും ആരും തന്നെ ചിലപ്പോൾ നിങ്ങൾ എടുത്തിട്ടുണ്ടാവില്ലായിരിക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരു അതിപ്പോൾ മാത്രമല്ല നിങ്ങൾ ജനിച്ച നാൾ മുതൽ നിങ്ങൾ കണ്ടുമുട്ടിയിരിക്കുന്ന ആൾക്കാരിൽ നിന്നൊക്കെ നിങ്ങൾക്ക് സെയിം പാറ്റേൺ തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മൈൻഡ് ഒരുപാട് വേദനിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ ശരിക്കും പറഞ്ഞാൽ യൂണിവേഴ്സ് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ ഗൈഡ് ചെയ്യുന്നുണ്ട്, പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റിപ്പീറ്റിംഗ് ആയിട്ടുള്ള പാറ്റേൺ അത് സ്റ്റോപ്പ് ചെയ്യണമെന്നും ഒക്കെ നിങ്ങൾക്ക്, അതായത് ഇങ്ങനെ തന്നെ വരുന്ന ഇഷ്ടങ്ങളും അല്ലെങ്കിൽ ഇതേപോലത്തുള്ള ആൾക്കാരും ഒക്കെ തന്നെയാണല്ലോ എൻ്റെ ലൈഫിൽ വീണ്ടും എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതൊക്കെ ഓർത്ത് നിങ്ങൾക്ക് ഒരുപാട് വിഷമമുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് എന്തൊക്കെ നിങ്ങൾ വിഷമിച്ചാലും നിങ്ങൾക്കൊരു പോസിറ്റീവ് എന്ന രീതിയിൽ എവിടെന്നെങ്കിലൊക്കെ യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങൾക്കൊരു നല്ലൊരു ചേഞ്ച് എവിടെന്നെങ്കിലൊക്കെ ആയിട്ട് വിഷമിപ്പിക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് എന്താ പറയുക ഒരു യൂണിവേഴ്സൽ സപ്പോർട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ എങ്ങനെയെങ്കിലൊക്കെ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ മൈൻഡൊക്കെ ഒന്ന് സെറ്റായിട്ടും ഹീലായിട്ടൊക്കെ നിങ്ങൾ വെളി വരാറുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ യൂണിവേഴ്സ് നല്ലപോലെ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങളിൽ നിന്ന് പോവേണ്ടത് ആയിട്ടുള്ള ആൾക്കാരും നിങ്ങളുടെ അടുത്ത് നിന്ന് വിട്ടു പോകേണ്ടതായിട്ടുള്ള എല്ലാ ഐറ്റംസ് ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് എന്താണെങ്കിലും അതെല്ലാം പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ വരാനുള്ളതെന്ന് വെച്ചാൽ വരാനുള്ള എനർജിയാണ്. അതായത് നിങ്ങൾക്കിങ്ങോട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്കിങ്ങോട്ട് തിരിച്ച് കിട്ടാൻ ഉള്ള ടൈപ്പ് ഓഫ് എനർജിയാണ് ഇനി നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത്. തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു എനർജി എന്ന് വെച്ചാൽ നിങ്ങൾ റീസെൻ്റ്ലി വളരെ സൈലൻ്റ് ആയിരുന്ന ഒരു പേഴ്സൺ ആണ്. പക്ഷേ
പക്ഷെ നിങ്ങൾ ഇങ്ങനെയുള്ളൊരു ആളല്ലായിരുന്നു. നിങ്ങൾ വളരെ നല്ലതുപോലെ സംസാരിച്ചും എല്ലാം വളരെ എനർജറ്റിക് ഒക്കെ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നൊരു പേഴ്സൺ ആയിരുന്നു. പക്ഷെ നിങ്ങൾ എന്തൊക്കെയോ കാരണങ്ങളൊക്കെ കൊണ്ടും നിങ്ങളുടെ ഉള്ളിലുള്ള പ്രോബ്ലംസും നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് നിങ്ങളിപ്പോൾ ഒരുപാട് സൈലൻ്റ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു സൈലൻ്റ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ പണിഷ് ചെയ്യാൻ വേണ്ടിയല്ല യൂസ് ചെയ്യേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ ഹീലിങ്ങിന് വേണ്ടിയാണ് ഈ ഒരു സൈലൻസ് യൂസ് ചെയ്യേണ്ടത്. ശരിക്കും പറഞ്ഞാൽ നമുക്കിവിടെ കിട്ടുന്ന ആ ഒരു എനർജി വെച്ചിട്ട് നമുക്ക് ശരിക്കും പറയാൻ പറ്റും നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ എനർജി ഓപ്പണിംഗ് ടൈമാണ്, അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് അവിടെ. നിങ്ങളൊരു വലിയൊരു ഡിസിഷന് മുന്നിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അത് ചിലപ്പോൾ ജോബ് ആയിരിക്കാം, ഫിനാൻസ് ആയിരിക്കാം, അത് ഓരോരുത്തരുടെ സിറ്റുവേഷൻ റിലേറ്റ് ചെയ്ത് കാണുക. അപ്പോൾ എന്താണോ അത്, ആ ഒരു ഡിസിഷൻ, ആ ഒരു വലിയൊരു ഡിസിഷൻ്റെ മുന്നിലാണ് ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഇതിനകം തന്നെ നിങ്ങളുടെ ആ ഒരു എന്താ പറയുക, നിങ്ങളുടെ മുന്നിൽ ശരിക്കും പറഞ്ഞാൽ ഒരു പുതിയൊരു വഴി തന്നെ തുറന്നിരിക്കുകയാണ്. ഒരു ന്യൂ പാത്ത് ഓപ്പൺ ആയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ശരിക്കും ഒരു ഡൗട്ട് അടിച്ചിരിക്കുകയാണ്, നടക്കുമോ നടക്കില്ലയോ എന്നൊക്കെ ഒരു പേടിയുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു തോന്നലുണ്ടല്ലോ, ഞാൻ എന്തെടുത്താലും അത് സക്സസ് ആവില്ല, എൻ്റെ ലൈഫ് മാത്രമാണ് ഇങ്ങനെ വരുന്നത്, എൻ്റെ ലവ് റിലേഷൻഷിപ്പിൽ മാത്രമാണ് ഇങ്ങനെ, എന്തെടുത്താലും എനിക്കിങ്ങനെ പ്രശ്നങ്ങളാണ് എന്നുള്ള ഒരു തോന്നലുണ്ടല്ലോ. ആ ഒരു ഓൾഡ് പാറ്റേൺ ആണല്ലോ എപ്പോഴും നിങ്ങൾക്ക് റിപ്പീറ്റ് കിട്ടിക്കൊണ്ടിരുന്ന ആ ഒരു പ്രോബ്ലംസും കാര്യങ്ങളും. അപ്പം ആ ഒരു പാറ്റേൺ അല്ല, ഇന്ന് മുതൽ എൻ്റെ ലൈഫിൽ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ പോസിറ്റീവായിട്ടും നല്ല കാര്യങ്ങളും മാത്രമേ നടക്കത്തുള്ളൂ. ഇന്നലെ വരെ എൻ്റെ ജീവിതത്തിൽ ചീത്തയായ കാര്യങ്ങളും നെഗറ്റീവും സെൻറ്റിയും അങ്ങനെ ഉള്ള ജീവിതമായിരുന്നു. പക്ഷേ ഇന്ന് മുതൽ ഞാൻ വേറൊരാളാണ്. എൻ്റെ ലൈഫ് കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ആയിരിക്കുന്നു. ഇനി ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് സന്തോഷവും സമാധാനവും ശാന്തിയും തരുന്ന രീതിയിലുള്ള ഒരു ജീവിതം അല്ലെങ്കിൽ ഒരു കാര്യങ്ങളായിരിക്കും എൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത് എന്ന് പോസിറ്റീവായിട്ട് നിങ്ങൾ എന്ന് ചിന്തിക്കുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് ഇന്ന് മുതൽ നിങ്ങൾ അങ്ങനെ ചിന്തിക്കുക. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾ പഴയ ഒരു പാറ്റേണിനെ നിങ്ങൾ ഇങ്ങോട്ട് എനർജി വെച്ച് വലിച്ചുകൊണ്ടിരിക്കില്ല, അതിനെ നിങ്ങൾ പുഷ് ചെയ്ത് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്ന ആ വലിയൊരു ഡിസിഷൻ അല്ലെങ്കിൽ ആ വലിയൊരു ഡോർ ഓപ്പണായി കിടക്കുന്ന അതിൽ കൂടെ നിങ്ങൾ നടന്ന് ഫ്രണ്ടിലോട്ട് പോവുക എന്നാണ് യൂണിവേഴ്സ് നമുക്ക് നൽകുന്ന ഒരു എനർജി എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണെ പറ്റി ചോദിക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഒരു റീയൂണിയൻ എനർജി ഉണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഒരു സെലിബ്രേഷൻ വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതായത് സെലിബ്രേഷൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിന് സന്തോഷവും അല്ലെങ്കിൽ ഫ്രണ്ട്സും അല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കുറേ ആൾക്കാരൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഹാപ്പിനെസ്സൊക്കെ കിട്ടുന്ന രീതിയിലുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും അതായത് നമ്മൾ ലവ് റിലേഷൻഷിപ്പ് കേൾക്കുന്നവർ മാത്രമല്ല, നിങ്ങളുമായിട്ട് കണക്ട് ചെയ്ത എനർജി, അത് ലവ് ആയിരിക്കാം, മക്കളോടുള്ള അതായിരിക്കാം, അതല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം, ഏത് എനർജിയാണ് നിങ്ങൾ ഏത് എനർജി ആയിട്ടാണോ കണക്ട് ചെയ്യുന്നത് ആ ഒരു എനർജി ആയിട്ട് നിങ്ങളെ കണക്ട് ചെയ്യുക. അപ്പം നിങ്ങളിൽ നിന്നും വിട്ടുപോയതും മാറി നിന്നുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു ബന്ധം വീണ്ടും റിപ്പയർ ചെയ്യും എന്നാണ് നമ്മളോട് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ രണ്ടാളുകൾ തമ്മിൽ ശരിക്കും പറഞ്ഞാൽ തിരിച്ചറിവ്, അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുണ്ടാക്കിയ മിസ്റ്റേക്സും അങ്ങോട്ടും ഇങ്ങോട്ടും വിഷമിപ്പിച്ചതും കുറ്റം പറഞ്ഞതും ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ പറ്റി ആലോചിച്ചും ചിന്തിച്ചും ഒരു ക്ലാരിറ്റി വരുന്ന ഒരു എനർജിയാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അത് സെൻസ് ചെയ്യാൻ പല രീതിയിലും പറ്റുന്നുണ്ട്. യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങൾക്ക് സിഗ്നൽസും സിംബൽസും സിങ്ക്രണൈസ് ചെയ്തിട്ടുള്ള നമ്പേഴ്സും ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതല്ലെങ്കിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇന്നർ വോയിസ് തന്നെ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്. ആ ഒരു സമയം അടുത്ത് അവൻ അല്ലെങ്കിൽ അവൾ എൻ്റെ അടുത്തോട്ട് വരും, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ഫ്രണ്ട്സ് ആയിരിക്കാം, ആരും ആയിരിക്കാം, ആ ഒരു എനർജിയിലേക്ക് അടുത്ത് വരുന്നുണ്ട്, അവരെന്നോട് സംസാരിക്കും. ഇനി അധികം നാളൊന്നും ഇല്ല, ഞങ്ങളിങ്ങനെ മിണ്ടാതിരിക്കില്ല, ആ ഒരു വ്യക്തി വരും, കാര്യങ്ങളൊക്കെ മനസ്സിലാവും എന്നൊക്കെ നിങ്ങൾക്കും ഉള്ളിൽ ഒരു തോന്നലുണ്ട് എന്നാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നൊരു എനർജി എന്ന് പറയുകയാണെങ്കിൽ. നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന എനർജിയിൽ തന്നെ പറയുന്നുണ്ട് ഇത്രയും നാളും നിങ്ങൾ എങ്ങനെയായിരുന്നോ നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ പോയിരുന്നത് അതിൽ നിന്നും നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു ടേണിംഗ് പോയിൻ്റ് ആണ് ഇനിയിപ്പോൾ വരാനുള്ളത്. ഇതെന്ന് വെച്ചാൽ നിങ്ങൾ ഒരുപാട് നാളത്തെയും വർഷത്തെയും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ആ ഒരു കാര്യം,
അതാണ് ഇനിയിപ്പോൾ നിങ്ങളുടെ ലൈഫിലോട്ട് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു കാര്യത്തിൽ ഇത്രയും നാളും ഉണ്ടായിരുന്ന ബ്ലോക്കായിരുന്ന ആ കാര്യങ്ങളൊക്കെ ഇപ്പോൾ സ്ലോലി നിങ്ങളുടെ മൈൻഡിലുണ്ടാകുന്ന എനർജി ഷിഫ്റ്റ്, അതായത് ഇത്രയും നാൾ നെഗറ്റീവ് വിചാരിച്ചുകൊണ്ടിരുന്ന നിന്നൊക്കെ ഇനി ഞാൻ ഓക്കെ ആകും എന്നൊക്കെ പറഞ്ഞ് പോസിറ്റീവായിട്ട് ലൈഫിനെ കാണാനും ഒക്കെ തുടങ്ങിയല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ നെഗറ്റീവ്സ് ഒക്കെ വഴിമാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്ലോക്കേജസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലും അതുപോലെ തന്നെ എല്ലാത്തിലുമുള്ള ആ ഒരു ബ്ലോക്കൊക്കെ സ്ലോലി മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ പറയാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമുക്ക് സന്തോഷം കിട്ടുന്ന രീതിയിൽ ഈ ഒരു പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ വെച്ചിട്ട് അവിടെ നിന്നും ഒരു മെസ്സേജോ അല്ലെങ്കിൽ ഒരു കോളോ അല്ലെങ്കിൽ നിങ്ങളെ കണക്ട് ചെയ്യാനോ ഒക്കെ വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കുക. നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി, നിങ്ങളുടെ മൈൻഡിലുള്ള ആ ഒരു വ്യക്തി, അവർക്കും നിങ്ങളെപ്പോലെ തന്നെ ഡീപ്പായിട്ടുള്ളൊരു ഫീലിംഗ് ആ ഒരു പേഴ്സണും ഉണ്ട്. അതായത് നിങ്ങളെ കണക്ട് ചെയ്യണമെന്നും നിങ്ങളോട് സംസാരിക്കണമെന്നും ഒക്കെ ആ ഒരു വ്യക്തിയും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു വ്യക്തി അവരുടെ സിറ്റുവേഷൻസ് ഒക്കെ കാരണമായിരിക്കാം പറയാതിരുന്നത്, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ തന്നെയാണ് ആ ഒരു പേഴ്സണും വിചാരിക്കുന്നത്. പക്ഷേ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ആ ഒരു എനർജി ബ്ലോക്കും അതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു വ്യക്തിയും ഇത്രയും നാൾ മറച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു എനർജി ഷിഫ്റ്റ് കംപ്ലീറ്റ്ലി ചേഞ്ച് ആയതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിയുടെ മൈൻഡിലും സ്ലോ ആണെങ്കിലും പതുക്കെ ഡോറൊക്കെ ഓപ്പൺ ആയി നിങ്ങളുടെ അടുത്തോട്ട് വരാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി ആയിട്ടൊക്കെ കണക്ട് ചെയ്യാനൊക്കെ ഒരുങ്ങുന്നുണ്ട് ആ ഒരു പേഴ്സൻ്റെ ഉള്ളിലും. അപ്പോൾ നമുക്ക് ശരിക്കും പറയാൻ പറ്റും, നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ ഇത്രയും നാളും വിഷമിച്ചു കൊണ്ടിരുന്ന എന്ത് വേദനയാണോ അതിനൊക്കെ ഒരു സൊല്യൂഷൻ, അതല്ലെങ്കിൽ അതൊക്കെ പതുക്കെ അലിഞ്ഞ് പോവും. ആ ഒരു രീതിയിലാണ് നിങ്ങളുടെ മൈൻഡും നിങ്ങളുടെ സോളിനെയൊക്കെ യൂണിവേഴ്സ് പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത്. ജീവിതത്തിൽ പുതിയ ലൈഫ് എക്സ്പീരിയൻസും പുതിയ എന്താ പറയുക കാര്യങ്ങളും ഒക്കെ ജീവിതത്തിൽ വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പ്രാക്ടിക്കലായിട്ടും സ്ട്രോങ് ആയിട്ടും പ്യുവർ മൈൻഡായിട്ടും പോസിറ്റീവായിട്ടും നിങ്ങൾ എല്ലാത്തിലേക്കും നിങ്ങൾ പോകാൻ ശ്രമിക്കുക. അവിടെ നെഗറ്റീവ് അടിച്ച് നിൽക്കാതിരിക്കുക. അപ്പോൾ ലൈഫിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഒരുപാട് വേദനകൾ അനുഭവിച്ചിട്ടുണ്ട് ഈ ഒരു പേഴ്സണിന് വേണ്ടിയും ഒക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇത്രയും നാളും ഉണ്ടായിട്ടുള്ള ഒരുപാട് ദുഃഖങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വൂൺസൊക്കെ ഒരുപാടുള്ള ആൾക്കാരായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഈ ഒരു എനർജീൻ്റെ. പക്ഷേ നമുക്ക് പറയാൻ പറ്റും, നിങ്ങളുടെ എനർജി എവിടെയൊക്കെ കൊടുത്താലും, നിങ്ങളുടെ പോസിറ്റീവ് എനർജി എവിടെയൊക്കെ കൊടുത്താലും മാർക്ക് കൊടുത്താലും നിങ്ങളുടെ ആ ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ആ ഒരു ഓറ അല്ലെങ്കിൽ ആ ഒരു ബ്രൈറ്റ്നെസ് ഒക്കെ ഉണ്ടല്ലോ, അതൊന്നും ആർക്കും കംപ്ലീറ്റ് ആയിട്ട് എടുത്തുകൊണ്ട് പോകാനോ നശിപ്പിക്കാനോ കഴിയത്തില്ല. കാരണം എന്ന് വെച്ചാൽ യൂണിവേഴ്സായിട്ട് തന്നെ അത് ലൈറ്റ് ചെയ്ത് അത് സേഫാക്കിയും നിങ്ങളെ ഗൈഡ് ചെയ്തും പ്രൊട്ടക്റ്റ് ചെയ്തും ഒക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഏതൊരു ലൈഫിൽ ഏത് പ്രശ്നം വന്നാലും നിങ്ങൾ ഡൗൺ ആയി പോയാലും ലാസ്റ്റത്തെ ആ ഒരു ചെറിയൊരു തുമ്പിൽ പിടിച്ച് നിങ്ങൾ കയറി വരുന്നത്. ഇപ്പം തന്നെ ഈ ഒരു പേഴ്സണെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്നില്ല, കണക്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാലും ആ ഒരു വേദനയിൽ നിന്നും നിങ്ങൾ എഴുന്നേറ്റ് വന്നിരിക്കണം. കാരണം വെച്ചാൽ ഇനി ഞാനിങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല എന്ന രീതിയിലോട്ട് നിങ്ങളുടെ മൈൻഡ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങളെ യൂണിവേഴ്സ് കൊണ്ടുവരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു പേഴ്സൺ വിളിക്കും, സംസാരിക്കും, ആ ഒരു വ്യക്തിക്കും നിങ്ങളെ കണക്ട് ചെയ്യണം, എടുക്കണം എന്നൊക്കെ വളരെ നല്ലതുപോലെ തന്നെ താല്പര്യം ഉണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ ഒരു പേഴ്സൺ വരും. പക്ഷേ നിങ്ങളുടെ മൈൻഡ് സെറ്റ്, ഇത്രയും നാളും നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾക്കെല്ലാം നെഗറ്റീവാണ് വരുന്നത് എന്നുള്ളൊരു തോന്നൽ മാറ്റി ഇന്ന് മുതൽ എൻ്റെ ലൈഫിൽ ഇനി വരാൻ പോകുന്ന എല്ലാം പോസിറ്റീവാണ് എന്ന് തന്നെ ചിന്തിച്ചു പോവുക. അപ്പോൾ ചെറുതായിട്ടൊരു നെഗറ്റീവ് അല്ലെങ്കിൽ ചെറുതായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ ഡൗൺ ആകാതെ വീണ്ടും നെഗറ്റീവ് തോട്ട്സ് മൈൻഡിൽ കയറ്റി വെക്കാതെ അത് മാറും, അതും പോസിറ്റീവ് ആകും എന്ന് തന്നെ ഓർത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ വിചാരിക്കുന്നതിനെക്കാട്ടി നല്ല ഹൈ ആയിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. അതിൻ്റെയൊക്കെ തന്നെ നിങ്ങൾക്കിപ്പോൾ ശരിക്കും മനസ്സിലാകാൻ പറ്റും, നിങ്ങൾക്കൊരു സ്പിരിച്വൽ നല്ല രീതിയിലുള്ളൊരു അവേക്കനിങ് ഉള്ളൊരു പേഴ്സൺ ആണ്. അപ്പോൾ നിങ്ങളുടെ ഇൻഡ്യൂഷൻസൊക്കെ കൂടുതലൊക്കെ എന്താ പറയുക സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇല്ലേ? നിങ്ങൾക്ക് തന്നെ അനുഭവിച്ചറിയുന്നുണ്ടല്ലോ ആ ഒരു എനർജി എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊരു പ്യൂർ ഫോമിലാണ്, നിങ്ങൾക്ക് എല്ലാത്തിലും ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്. ഇത്രയും നാളും ഒരു എന്താ പറയുക ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് ദി സോളൊക്കെ കഴിഞ്ഞ് പോയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കും, അല്ലെങ്കിൽ അതേപോലത്തെ രീതിയിലൊക്കെ. അപ്പോൾ കുറേ കൂടെ സ്പിരിച്വാലിറ്റീനെയൊക്കെ
പറ്റി അറിയാനും കേൾക്കാനും അതുകൊണ്ടാണല്ലോ ഇവിടെ നിൽക്കുന്നത് നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാത്തിലും ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് എല്ലായിടത്തും നിങ്ങൾക്ക് ഒരു ഗൈഡൻസും കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് ഉണ്ട്, അതുകൊണ്ട് തന്നെയാണ് നമുക്ക് യൂണിവേഴ്സൽ മെസ്സേജസ് ആയിട്ടും ഇങ്ങനെയൊക്കെ തന്നെ കിട്ടിയിരിക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഡിവൈൻ വഴി ഒരുപാട് പ്രൊട്ടക്റ്റഡ് ആണ്. അപ്പോൾ നമുക്ക് പറയാനുള്ളൊരു മെസ്സേജും അത് തന്നെയാണ്. നിങ്ങൾ നെഗറ്റീവ് അടിക്കാതെ, നിങ്ങൾ വിഷമിക്കാതെ, നിങ്ങൾ എന്തിനെയാണോ വിശ്വസിക്കുന്നത് അതിനെ നിങ്ങൾ വിളിക്കുക, നിങ്ങൾ പോസിറ്റീവായിട്ട് പോവുക. ആ ഒരു നിങ്ങളുടെ മനസ്സിൽ ഏത് വ്യക്തിയാണോ ഉള്ളത് ആ ഒരു പേഴ്സണും നിങ്ങളോട് നല്ല രീതിയിൽ തന്നെ ഒരു അറ്റാച്ച്മെൻറ്റും നമുക്കിവിടെ പറയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലും ഒറ്റയ്ക്കല്ല. നിങ്ങൾ എല്ലാ തരത്തിലും നിങ്ങൾ ഏതൊക്കെ വിഷമഘട്ടത്തിൽ കൂടെ പോയാൽ തന്നെയും നിങ്ങൾ ഡിവൈനായിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ലൈഫിനെയും നിങ്ങൾ കാണുന്ന കാഴ്ചകളെയും നിങ്ങൾ പോസിറ്റീവായിട്ടും സ്നേഹത്തോടും കൂടി മാത്രം നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ റീഡിംഗ് ഇവിടെ തീർന്നിരിക്കുന്നു. താങ്ക് യു മൈ സോൾ ഫാമിലി.